നമസ്കാരം. ഫാസ്മിന സക്കീർ, അതായത് തൊപ്പിയുടെ മുൻ കാമുകി, ആളെക്കുറിച്ച് ഞാൻ 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ആളെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ ആൾക്കെതിരെ വീണ്ടും ഒരു ഇഷ്യൂ കൂടെ വന്നിരിക്കുകയാണ്. ഇഷ്യൂമായിട്ട് വന്നിട്ടുള്ളത് മറ്റാരുമല്ല, ഈ തൊപ്പിയുടെ ഫ്രണ്ടായിട്ടുള്ള അച്ചായൻ തന്നെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ റിലേഷൻഷിപ്പ് ആയിരിക്കുന്ന ടൈമിൽ തന്നെ അച്ചായനും ഫാസ്മിനയും തമ്മിൽ നല്ല കണക്ഷൻ ആയിരുന്നു. അതായത് നല്ലൊരു ബോണ്ടായിരുന്നു, സിസ്റ്റർ ബ്രദർ ബോണ്ടായിട്ടായിരുന്നു അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തൊപ്പിയുമായിട്ടുള്ള റിലേഷൻ ബ്രേക്ക് ആയതിനു ശേഷം ഇവർ തമ്മിൽ കോണ്ടാക്റ്റും കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈയിടെയാണ് ഫാസ്മിനിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ അച്ചായൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിട്ട് അച്ചായൻ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ഫാസ്മിനെ വിളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ അച്ചായൻ ഇട്ടിട്ടുണ്ട്. അച്ചായൻ ഇട്ടിട്ടുള്ളത് എക്സ്പെക്ടേഷൻ vs റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമുക്ക് ആദ്യം കണ്ടിട്ട് വരാം. എൻ്റെ അമ്മ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞായിരുന്നോ? ആശുപത്രി അഡ്മിറ്റ് ആണ്, ഞാനിവിടെ ഉണ്ട്. ഇവരെല്ലാം ബ്ലഡ് ഒക്കെ തരാൻ വേണ്ടി വന്നാ. ഇങ്ങനെ പറഞ്ഞു നാളെ ബസ്സിലെ കല്യാണം പറയുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ടില്ലടാന്ന് പറഞ്ഞു. എന്നാലും എന്നോടൊന്ന് പറയാലോ, അങ്ങനെയൊന്നും എല്ലാരും നല്ലല്ലോ. അല്ല എന്നെ വിട്, തങ്കുവും പതിയും കട്ട കമ്പനി അല്ലായിരുന്നു. ഇൻഷാല്ലാ ഓക്കെ. അപ്പൊ എനിവേ എല്ലാവിധ ആശംസകളും. ഗോഡ് ബ്ലെസ് യു. അപ്പോൾ ഈ ഒരു കല്യാണത്തിന്, ഫാസ്മിനെ കല്യാണത്തിന് തലേ ദിവസം മറ്റോ ആണെന്ന് തോന്നുന്നു, അച്ചായൻ ഫാസ്മിനെ വിളിക്കുന്നത്. അമ്മ ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം അറിഞ്ഞായിരുന്നു ചോദിക്കുന്നത്. അപ്പോൾ ഫാസ്മിന പറയുന്നുണ്ട് അറിഞ്ഞായിരുന്നു, എങ്ങനെയുണ്ട് എന്താണെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിലാണ്, ഇവിടെ മറ്റ് ഫ്രണ്ട്സൊക്കെ ബ്ലഡ് കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. ആണോ അല്ലേ, കല്യാണത്തിന് ആരെയും വിളിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് വിളിച്ചാലും വരാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു കാര്യം കൂടെ ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് ആളിനെ കല്യാണത്തിന് വിളിച്ചിട്ടില്ല. അവർ നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ ആളിനെ കല്യാണത്തിന് വിളിച്ചിട്ടില്ല. വരുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു ഭാഗം. പക്ഷെ വിളിക്കേണ്ട ഒരു രീതിക്ക് ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ചോദിക്കാനായിട്ടാണ് അച്ചായൻ ഫാസ്മിനെ വിളിച്ചിട്ടുള്ളത്. നമ്മളെല്ലാം ഒരാളെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളെ വിളിക്കാത്തത് അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവർ കല്യാണത്തിന് നമ്മളെ വിളിക്കാതിരുന്നത്. അപ്പം അത് സത്യം പറഞ്ഞാൽ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല, നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അച്ചായൻ അത് ചെയ്യാതെ നേരെ ആളെ വിളിച്ചില്ലാലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിനുശേഷം ഫാസ്മിനെ വേറൊരു ഫ്രണ്ട് വിളിച്ച് സംസാരിക്കുന്ന ഒരു റെക്കോർഡും കൂടെ ഉണ്ട്. അതും കൂടെ കേട്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഓക്കെ, ഞാൻ അയാളുടെ വീഡിയോ ഇടാത്ത ഇതിപ്പോ അതിന് എനിക്ക് നെഗായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. നമ്മൾ ഒരാളുടെ വീഡിയോ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ അയാളുടെ വീഡിയോ ഇപ്പൊ ഇടുവാണെങ്കിൽ അയാളുടെ അമ്മേനെ സഹായിക്കുന്ന പറഞ്ഞ വീഡിയോ ഇട്ടാ അയാൾ ഒന്നാമതെ തൊപ്പിയുടെ കൂടെ നടക്കുന്നതാണ്. അപ്പൊ ഞാൻ അയാളുടെ വീഡിയോ കയറിയിട്ടാ പിന്നെയും ഞങ്ങൾ തമ്മിൽ ഇതാണ് തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുടെ കൂടെയുള്ള വീഡിയോ ഇവിടെ ഇട്ട് അപ്പൊ ഇവർക്ക് തൊപ്പിയിൽ ഇതാണ് ഇഷ്ടമാണ്, അങ്ങനത്തെ കുറെ കമന്റ് വരും. എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. പുള്ളിയുടെ കമ്പനിയുള്ള ആൾക്കാർ പുള്ളി അക്കൗണ്ടിൽ വീഡിയോ ഇട്ടിട്ടില്ലോ, അവന്റെ ഏറ്റവും ക്ലോസ് ഇതല്ലേ, അപ്പൊ അവൻ വീഡിയോ ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ വീഡിയോ ഇടാത്ത മോശം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അത്രയും ക്ലോസുള്ള ആൾക്കാർ വീഡിയോ ഇട്ടില്ല. പിന്നെ നമുക്ക് ഒരാളെ സഹായിക്കണമെങ്കിൽ നമ്മൾ വീഡിയോ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് സഹായിക്കണമെങ്കിൽ എനിക്ക് പൈസ കൊടുത്ത് സഹായിച്ചാൽ പോലെ, അത് ഞാൻ വീഡിയോ ഇട്ട് സഹായിക്കണം എന്ന് എനിക്ക് തോന്നില്ല. ഇതില് ഈ വോയിസില് ഫാസ്മിന അയാളുടെ അമ്മ അങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ മെയിനായിട്ട് ഫാസ്മിൻ്റെ അടുത്ത് ഏതൊരു ഫ്രണ്ട് വിളിച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, നീ എന്തുകൊണ്ടാണ് അച്ചായൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നീ എന്തുകൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫാസ്മിന പറയുന്നുണ്ട്, പോസ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളത് എൻ്റെ താല്പര്യമല്ലേ, എനിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്താൽ പോരെ, അല്ലാണ്ട് ഒരാൾ പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. നമ്മൾക്ക് സ്വയം തോന്നുകയാണെങ്കിൽ നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. എനിക്കങ്ങനെ വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞാൽ തൊപ്പിയുമായി കണക്ഷൻ ഉണ്ട്. തൊപ്പിയും ഇതേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊപ്പിൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് തന്നെ ഫാസ്മിനിയും ഒരു വീഡിയോ ചെയ്താൽ രണ്ടുപേരും തമ്മിൽ ഇപ്പോഴും ഇഷ്ടത്തിലാണ്, ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ള പോലുള്ള രീതിയിൽ കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തില്ല. എനിക്ക് അങ്ങനെ സഹായിക്കണം, വീഡിയോ ആക്കി സഹായിക്കുന്നതിനേക്കാളും എനിക്ക് സഹായിക്കണം എന്നുണ്ടെങ്കിൽ ക്യാഷ് കൊടുത്ത് സഹായിച്ചാൽ പോരെ എന്നുള്ള രീതിയിലാണ് ഫാസ്മിന അതിൽ സംസാരിക്കുന്നത്. അപ്പോൾ അച്ചായൻ എക്സ്പെക്ടേഷൻ vs റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നത്, അച്ചായനോട് സംസാരിക്കുന്നത് ഒരു രീതി, ആ അച്ചായ എന്താണെന്നുള്ള രീതിയിലും മറ്റൊരാളോട് പറയുമ്പോൾ അയാളുടെ ഉമ്മ എന്നുള്ള രീതിയിലുമാണ്. അപ്പം ഇതിനെയാണെന്ന് തോന്നുന്നു അച്ചായൻ എക്സ്പെക്ടേഷനും റിയാലിറ്റിയും എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫാസ്മിന പറയുന്നത്, എൻ്റെ ചാനലിൽ അല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇടുന്നത് എൻ്റെ ഇഷ്ടമല്ലേ, എനിക്ക് തോന്നിയാൽ മാത്രം ഇട്ടാൽ പോരെ എന്നുള്ള രീതിയിലായിരുന്നു ഫാസ്മിന സംസാരിക്കേണ്ടത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അവർക്ക് അവരുടെ ചാനലിൽ വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇടാതിരിക്കാം. ഇതിപ്പോൾ മറ്റൊരാൾക്ക് ഹെൽപ്പ് ചെയ്യണ ഒരു വീഡിയോ ആയതുകൊണ്ട് ഫാസ്മിനയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല, ഇടണമെന്ന് താല്പര്യം ഉണ്ടാവില്ല. ക്യാഷ് കിട്ടണ വല്ല കാര്യമാണെങ്കിലോ, അതുപോലെ ആ ഗെയിമിൻ്റെയും കാര്യങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട വല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫാസ്മിനയ്ക്ക്
ക്യാഷ് കിട്ടുള്ളൂ. അങ്ങനെയുള്ള വീഡിയോസൊക്കെ ആണെങ്കിലാണ് ഫാസ്മി ഇടുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഈ വോയിസിൽ ഫാസ്മിനെ പറയുന്നത് എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാഷ് കൊടുത്ത് ഹെൽപ്പ് ചെയ്താൽ പോരെ, എന്തിനാ ഒരു വീഡിയോ ഇടണമെന്നുള്ളതാണ്. അതിനെ അങ്ങനെ മാറ്റിയിട്ട് അച്ചായൻ പറയുന്നത് എപ്പോഴാണ് എനിക്ക് ക്യാഷ് തന്നിട്ടുള്ളത്, GPayയിൽ ഇപ്പോൾ എനിക്ക് ക്യാഷ് അയച്ചു തന്നിട്ടുള്ള വല്ല സ്റ്റേറ്റ്മെൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കാണിക്കൂ എന്നുള്ള രീതിയിലാണ് അച്ചായൻ സംസാരിക്കുന്നത്. അച്ചായൻ ഫാസ്മിനെ പറഞ്ഞതിന് അങ്ങനെ വളച്ചൊടിച്ചിട്ടാണ് തിരിച്ചു പറയണം. ഓക്കെ, ഒരു മനുഷ്യന്റെ രണ്ട് മുഖങ്ങളാണ് ഇപ്പോൾ രണ്ട് വോയിസിലൂടെ നിങ്ങൾ കേട്ടത്. എന്നോട് സംസാരിക്കുമ്പോൾ എന്തൊരു സ്നേഹം, മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അയാള് എന്തൊക്കെയല്ലേ, എത്രയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കും അവർക്കൊക്കെ മാത്രം അറിയാവുന്നതാണ്. എന്നെ സഹായിക്കേണ്ട വേണ്ട. പക്ഷെ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അയാൾക്ക് ഞാൻ പൈസയായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്കൊന്ന് കാണിക്കാവോ? ഇന്നത്തെ ഡേറ്റിനല്ല, ഇതിന് മുമ്പോട്ടുള്ള ഒരു ഡേറ്റിൽ ഏതെങ്കിലും ഒന്ന് കാണിക്കണം, എന്നാലല്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. എനിക്ക് വീഡിയോ ഇട്ട് സഹായിച്ചില്ല, പക്ഷെ എനിക്ക് എന്തൊക്കെയോ തന്ന് സഹായിച്ചു എന്ന് എനിക്ക് സമാധാനിക്കാൻ, എനിക്ക് സ്വയം ഒന്ന് സമാധാനിക്കാൻ. ഫാസ്മിനെ പറഞ്ഞത് വീഡിയോ ഇട്ട് സഹായിക്കണതിനേക്കാളും എനിക്ക് അങ്ങനെ ഒരാളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ക്യാഷ് കൊടുത്താൽ പോരേ എന്നുള്ളൊരു ചോദ്യമാണ് ഫാസ്മിനെ ചോദിച്ചിട്ടുള്ളത്. അല്ലാണ്ട് ഫാസ്മിനെ ഞാൻ ക്യാഷ് കൊടുത്തു, ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കൊടുക്കാം എന്നുള്ള രീതിയിലല്ല പറഞ്ഞിട്ടുള്ളത്. അച്ഛൻ അതിന് തിരിച്ചിട്ട് എപ്പോഴാണ് എനിക്ക് ക്യാഷ് തന്നത്, ആളെന്തോ ക്യാഷ് കൊടുത്തു എന്ന് പറഞ്ഞ രീതിക്ക് എനിക്ക് എപ്പോഴാണ് ക്യാഷ് തന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും അച്ഛൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, അപ്പോൾ അതിന് മുഴുവൻ ക്യാഷ് മറക്കാനിരുന്നത് തൊപ്പിയായിരുന്നു. പക്ഷെ നമുക്കറിയാം കുറച്ച് ദിവസം മുമ്പ് തൊപ്പി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതുപോലുള്ള ഗെയിംസിൻ്റെ ഒരു ആപ്പിലേക്ക് ക്യാഷ് ഇറക്കിയിട്ട് മൊത്തം ക്യാഷ് പോയി എന്നുള്ള രീതിയിൽ. അപ്പോൾ മൊത്തമായും സഹായിക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചില്ല, എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ സഹായിച്ചിട്ടുണ്ട്, പറ്റുന്നവർ സഹായിക്കുക എന്ന് പറഞ്ഞാൽ തൊപ്പി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ആസ്റ്റർ മെഡിസിറ്റിയിലാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതില്, അച്ഛൻ്റെ അമ്മച്ചി കുറെ ദിവസമായിട്ട് ബ്ലഡ് ക്യാൻസർ ആയിട്ട് ഇവിടെ ICUലാണ്. അപ്പം ഇങ്ങനെ ഒരു ചാരിറ്റി വീഡിയോ ചെയ്യേണ്ട വരുമെന്നും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല. മൊത്തം എല്ലാം ഞാൻ സെറ്റിൽ ചെയ്യാന്നുള്ള മൈൻഡിൽ നിന്നതാ. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഞാനും കൂടി ഇങ്ങനെ ഒരു ഇതിലായിപ്പോയി. അപ്പം പറ്റുന്നവരെല്ലാം ഹെൽപ്പ് ചെയ്യുക. താഴെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാം. പിന്നെ പറ്റുന്നവരെല്ലാരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക, എല്ലാരും ഒന്ന് സഹായിക്കുക. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഒരു എമൗണ്ട്. എനിക്കിതിൽ തോന്നുന്നത് അച്ചായൻ വിചാരിച്ചു ഫാസ്മിനെ അച്ചായനെ സഹായിക്കും എന്നുള്ളത്. രണ്ടുപേരും നല്ല കമ്പനി ആയതുകൊണ്ട് ഫാസ്മിനെ വല്ലതും സഹായിക്കും അല്ലെങ്കിൽ വിളിച്ച് അന്വേഷിക്കും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ആൾക്കുണ്ടായിരുന്നു. പക്ഷെ അത് നേരെ തിരിഞ്ഞ് സ്വന്തം കല്യാണത്തിന് പോലും ഫാസ്മിനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അച്ചായന് ഫാസ്മിനെ തനി സ്വഭാവം മനസ്സിലാവുന്നത്. അതാണ് ഈ വീഡിയോയിലൂടെ ആള് പറഞ്ഞു വരുന്നത്. പക്ഷെ അച്ചായൻ്റെ ഉമ്മ ഹോസ്പിറ്റലിലാണ്. ആ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇടേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞു തീർത്ത് രണ്ടുപേരും സംസാരിച്ചിട്ടോ പറഞ്ഞിട്ടോ തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. അല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയേണ്ട കാര്യങ്ങളോ വോയിസ് റെക്കോർഡ് ചെയ്തിടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ.